എല്ലാവർക്കും നമസ്കാരം. IIT എന്ന സ്വപ്നം സാക്ഷാത്കരിച്ച മറ്റൊരു വിദ്യാർത്ഥിയാണ് ദാ നമ്മുടെ കൂടെ ഇന്നിരിക്കുന്നത്. സോ നമ്മുടെ കൂടെ ഉള്ളത് സയാനാണ്. സയാന് നമ്മുടെ കീം എക്സാമിന് 12th റാങ്കാണ് കരസ്ഥമാക്കാൻ സാധിച്ചത്. അതുപോലെ തന്നെ വിക്ടറി ഡേയിൽ 1 lakh ആൻഡ് ഗോൾഡ് മെഡലാണ് നമ്മുടെ സയാനിൽ ലഭിച്ചത്. സോ സയാനുണ്ട്, സയാൻ്റെ ഒരു ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും തന്നെയുണ്ട്. നമുക്ക് മോൻ്റെ അടുത്ത് തന്നെ കൂടുതൽ വിശേഷങ്ങൾ ചോദിക്കാം. നമസ്കാരം സയാൻ. നമസ്കാരം. ഓക്കെ, എന്ത് തോന്നുന്നു? കീമിന് 12th റാങ്കാണ് കിട്ടിയത്. അതുപോലെ തന്നെ ജെഇ മെയിൻ്റെയും ജെഇ അഡ്വാൻസിൻ്റെ റാങ്കുകളും കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമോ? കീമിന് 12th ആയിരുന്നു. ജെഇ മെയിനിന് ഓൾ ഇന്ത്യ 447ഉം ജെഇ അഡ്വാൻസ്ഡിന് ഓൾ ഇന്ത്യ 2644 ആയിരുന്നു. ഓക്കെ, അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു? ഇത്രയും ഒരു റാങ്ക് ഒക്കെ എങ്ങനെയായിരുന്നു? പ്രതീക്ഷിച്ചോ എന്നുള്ളത് ഒരു ഫസ്റ്റ് ചോദ്യമാണ്. എങ്ങനെ എക്സ്പെക്റ്റഡ് ആയിരുന്നോ അതിൻ്റെ അതോ പെട്ടെന്നുണ്ടായോ ഇത്രയും കിട്ടിയോ എന്നുള്ളൊരു ലെവലിലായിരുന്നു? എങ്ങനെയായിരുന്നു ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ഈ റാങ്ക് അറിഞ്ഞപ്പോൾ? ബ്രില്യൻറ്റിൻ്റെ യൂഷ്വൽ എക്സാംസിൽ അറൗണ്ട് 50 റേഞ്ചിലായിരുന്നു വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത്ര ഹൈ ഒരു റാങ്ക് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ജെഇ മെയിനിൽ 3rd വന്നപ്പോൾ തന്നെ ഭയങ്കര നെറ്റിയായിരുന്നു. പിന്നെ കീമിൽ 12 വന്നതും അങ്ങനെ പ്രതീക്ഷിച്ചിട്ടില്ല. മറ്റേതൊരു ഫ്ലൂക്കായിട്ടാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇതും ഭയങ്കര നെട്ടിക്കുന്നതായിരുന്നു. അതുപോലെ തന്നെ ഇതാ സയാൻ്റെ ഫാമിലി മെമ്പേഴ്സ് ഉണ്ട്. ആരൊക്കെയാണ് കൂടെ വന്നിരിക്കുന്നത്? അവരൊക്കെ ഒന്ന് പരിചയപ്പെടുത്താമോ മോനെ? എൻ്റെ ഉപ്പ സാജിദ് പാഷ, ഉമ്മ സെറീന പി, വല്യമ്മ റസിയ കെ, എൻ്റെ ഇത്ത ജസൈൻ കെ. ഓക്കെ, അപ്പം എന്തായിരുന്നു മോനെ ഇപ്പോൾ ഫസ്റ്റ് നമ്മളിപ്പോൾ ഈ ഒരു റിസൾട്ട് വന്നതിന് ശേഷം ഫസ്റ്റ് മോൻ കാണുന്നത്? ഓഫ് കോഴ്സ് മോൻ്റെ ഒരു റിയാക്ഷൻ്റെ കൂടെ തന്നെ ഫാമിലി മെമ്പേഴ്സിൻ്റെ ഒരു റിയാക്ഷൻ ആയിരുന്നല്ലോ. അപ്പോൾ എങ്ങനെയായിരുന്നു അവരുടെ മോൻ ഇത്രയും ലഭിച്ചു എന്ന് അറിഞ്ഞപ്പോഴുള്ള അവരുടെ ഒരു സന്തോഷം കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഞാൻ ഞെട്ടിയതിലും കൂടുതൽ എല്ലാവരും അതിലും വലിയൊരു അതിശയത്തിലായിരുന്നു. അപ്പോൾ ഞാനത് താങ്ങാൻ പറ്റാത്തൊരിതിൽ ഇരിക്കുമ്പോൾ അവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. എല്ലാവരും ഫാമിലി എല്ലാവരും ഭയങ്കര ഒരു അതിശയിപ്പിക്കുന്ന ഒരു റിസൾട്ടായിരുന്നു. അപ്പോൾ എങ്ങനെയുണ്ട് മോൻ ഇപ്പോൾ ഇവിടെ ബ്രില്യൻറ്റിലെ ഏത് ബാച്ചായിരുന്നു? അതായത് നമ്മുടെ ഇവിടുത്തെ ഒരു ബാച്ചിൽ പഠിച്ചുകൊണ്ടാണ് മോൻ ഈ ഒരു വിജയം കരസ്ഥമാക്കിയത് അല്ലേ? അപ്പോൾ ഏത് ബാച്ചായിരുന്നു? ഞാൻ KTCI കട്ടച്ചിറയായിരുന്നു, മേരി മൗണ്ട് സ്കൂളിൽ ബ്രില്യൻറ്റിൻ്റെ കോച്ചിങ്ങിലൂടെ. നമ്മുടെ ബാച്ചിൽ ഗീതു മിസ് നമ്മുടെ ക്ലാസ് ടീച്ചറും അവിടുത്തെ ഹോസ്റ്റൽ വാർഡൻ, അവിടുത്തെ പ്രൊഫസേഴ്സ് എല്ലാവരും ഭയങ്കര അവരുടെ സഹായത്താലാണ് ഇത്ര ഒരു നിലയിലെത്താൻ പറ്റുന്നത്. നമ്മൾ ചേരുമ്പോൾ ഒരിക്കലും ഇങ്ങനെ ഒരു റിസൾട്ട് പ്രതീക്ഷിക്കുന്നില്ല. അവരുടെ ഫുൾ സപ്പോർട്ടും കോൺസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടായതുകൊണ്ടാണ് ഇങ്ങനെ ഒരു റിസൾട്ട് അച്ചീവ് ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ജയാൻ്റെ പാരൻസും ഫാമിലി മെമ്പേഴ്സും എല്ലാവരും ഉണ്ട്. സോ നമുക്ക് അവരോട് ചോദിക്കാം. സാർ, എങ്ങനെ തോന്നുന്നു? ഇപ്പോൾ മോൻ തന്നെ പറഞ്ഞു മോനും ഞെട്ടി, അതുപോലെ തന്നെ റിസൾട്ട് വന്നപ്പോൾ ഫാമിലി മെമ്പേഴ്സ് ഒന്നിച്ചായിരുന്നു ഞെട്ടിയത്. അപ്പോൾ സാറിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു ഈ റിസൾട്ട് അറിഞ്ഞതിന് ശേഷം? ഇപ്പോൾ പ്രതീക്ഷിച്ചിരുന്നോ ആൾ ഇത്രയും ഹാർഡ് വർക്കിംഗ് ആണ് അല്ലെങ്കിൽ പഠിക്കുന്നതായിരുന്നു എന്നൊക്കെ നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടായിരുന്നോ, അതോ പെട്ടെന്നുണ്ടായൊരു അത്ഭുതമായിരുന്നു? എന്തായിരുന്നു സാറിൻ്റെ ഒരു എക്സ്പീരിയൻസ്? സയാൻ 10th ക്ലാസ് കഴിഞ്ഞിട്ട് ഇവിടെ വരുന്ന സമയത്ത് എനിക്ക് തോന്നുന്നത് അന്നൊരു 1000ൻ്റെ അടുത്ത് റാങ്ക് ആയിരുന്നു അഡ്മിഷൻ്റെ, 950 സമയത്തേനു. അപ്പോൾ നമുക്കറിയാം അന്ന് ജസ്റ്റ് അഡ്മിഷൻ കിട്ടിയിട്ടുള്ളൂ. പക്ഷേ പിന്നീട് അവൻ്റെ ഓരോ മാസം ആവുന്ന നമ്മളിങ്ങനെ ഒബ്സർവ് ചെയ്യുമ്പോൾ ഒരു 6 month കഴിയുമ്പോഴേക്കും അത് 600-500 1 year ആയപ്പോഴേക്കും അത് 50 റേഞ്ചിലേക്ക് എത്തുകയും ഫസ്റ്റ് ഇയറിൽ തന്നെ അവനക്ക് അവാർഡ് കിട്ടുകയും ചെയ്തു. അപ്പോൾ അത് കൺസിസ്റ്റൻ്റായിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്തു. അപ്പോൾ അവനെ ഒരു കാര്യം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് ചെയ്തിരിക്കുന്നതാണ് അവൻ്റെ ഇതുള്ളത്. അതർവൈസ് ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ അവർ സാധാരണ ഫുട്ബോളും ഒക്കെ ആയിട്ട് നാട്ടിൽ കളിയിലും ഒക്കെ എല്ലാത്തിൻ്റെ ഇടയ്ക്കുള്ളൊരു പഠനമായിരുന്നു. ഇവിടെ വന്നപ്പോൾ ഫുട്ബോളൊക്കെ കുറച്ച് സമയത്തേക്ക് മാറ്റി വെച്ചിട്ട് 2 വർഷം ഇതിൽ പ്രയോറിറ്റിയോട് ചെയ്തു എന്നുള്ളതും അതിൽ കോൺസെൻട്രേറ്റ് ചെയ്തുകയും അത് ആ ഒരു ടാർഗറ്റിൽ വർക്ക് ചെയ്തപ്പോൾ അത് അച്ചീവ് ചെയ്യാൻ പറ്റുന്നത് ഭയങ്കര നല്ലൊരു എക്സാമ്പിളാണ്. അതാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ ഉമ്മയുണ്ട്. ഉമ്മയ്ക്ക് എന്താണ് പറയാനുള്ളത്? ഇപ്പോൾ മോൻ്റെ കൂടെ അത്യാവശ്യം എന്താ പറയുക എല്ലാ കാര്യങ്ങൾക്കും ഇപ്പോൾ ഇവിടെ വന്ന് നിന്ന ഒരു ടൈം അല്ലാതെ ബാക്കി മോനെയൊക്കെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. എങ്ങനെയായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? മോൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ചെറിയ മോനാണ്. 3 മക്കൾ ചെറിയ ആളാണ്. അപ്പോൾ ഞങ്ങൾ ആക്ച്വലി ഹോസ്റ്റലിലേക്ക് മൂവ് ചെയ്യണോ അതോ റെഗുലറായിട്ട് ഏതെങ്കിലും വീട്ടിൽ നിന്ന് പോയി വരുന്ന കോച്ചിങ് എടുത്താൽ മതിയോ എന്നൊരു വലിയൊരു ഡിസിഷനായിരുന്നു. അപ്പോൾ എനിക്കറിയായിരുന്നു അത് ഫോക്കസ്ഡ് ആവണമെങ്കിൽ ഒരു IIT പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഫോക്കസ്ഡ് ആയിട്ട് ആ റുട്ടീൻ ബ്ലിഡിന് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടൊരു സെറ്റപ്പാണ് ഉള്ളത്. അപ്പോൾ ആ സിസ്റ്റത്തിൻ്റെ ഫുൾ അഡ്വാൻറ്റേജ് എടുക്കണമെങ്കിൽ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കണം എന്നുള്ളതുകൊണ്ടാണ് ഞങ്ങൾ കോഴിക്കോട് നിന്ന് അവന് ഹോസ്റ്റലിലേക്ക് തന്നെ നിൽക്കണം. അപ്പോൾ തലേദിവസം ആ ഡിസിഷൻ എടുത്തപ്പോൾ അവൻ ശരിക്കും അവൻ കണ്ണിൽ വരികയാണ്. അവൻ ചോദിക്കണം അപ്പോൾ എന്നെ ശരിക്കും ഹോസ്റ്റലിലേക്ക് വിടുക തന്നെയാണ് അല്ലേ എന്നവൻ ചോദിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ആ
ആ 2 ഇയറിൻ്റെ അവൻ ചെയ്ത ഹാർഡ് വർക്കിൻ്റെ റിസൾട്ടാണ് അപ്പോൾ അവനിന്ന് ഇവിടെ വന്ന് വാങ്ങിക്കാൻ പറ്റുന്നതും ആ സ്കോളർഷിപ്പിന് വളരെ മോട്ടിവേറ്റിംഗ് ആയിരുന്നു. ഫസ്റ്റ് ഇയർ കഴിഞ്ഞപ്പോൾ ഒരു സ്കോളർഷിപ്പിന് വലിയൊരു ഇവൻ്റായിട്ട് ഇവിടെ നടത്തിയല്ലോ. അപ്പോൾ അതൊക്കെ ശരിക്കും അവർക്ക് നല്ലൊരു മോട്ടിവേഷൻ ആയിരുന്നു. അപ്പോൾ അവൻ്റേന്ന് ഞാൻ പറയാറുണ്ട്, അവൻ്റേന്ന് നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാമെന്ന് ഞങ്ങൾ പറയും. കാരണം എന്ന് വെച്ചാൽ അത്രയും ഒരു സിസ്റ്റം ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് അതിനെ ഹാർഡ് വർക്ക് ചെയ്യുക എന്നുള്ളതും, കാരണം ഫോക്കസ് തെറ്റാതെ ചെയ്യുക എന്നുള്ളത് അതായിരുന്നു ഇമ്പോർട്ടൻറ്റ്. ഇത് 10th അവന് ഈ റാങ്ക് വളരെ ബാക്ക് റാങ്കിലായിരുന്നു കിട്ടിയത്. ഇവിടെ അഡ്മിഷൻ കിട്ടിയെന്ന് പറഞ്ഞെങ്കിലും അത് ഹി വാസ് എലിജിബിൾ ഫോർ ബീങ് ഇൻ ദ ഫസ്റ്റ് 100. കാരണം ആ കൊറോണ ടൈം ആയതുകൊണ്ട് അവന് ഫുൾ ഫോക്കസ് കൊടുത്തത് ചെസ്സിലായിരുന്നു. അന്ന് ചെസ്സ് കളിച്ച് ഓൺലൈൻ ചെസ്സിൽ ലീ ചെസ്സും എല്ലാം കളിച്ച് ഭയങ്കര അതിൽ എക്സൽ ചെയ്യുകയും അതുപോലെ യൂട്യൂബിൽ ഫുട്ബോളിങ് ഡ്രിബ്ലിങ് ചെയ്ത് അതിൻ്റെ കുറേ യൂട്യൂബ് ചാനൽസ് ഉണ്ടാക്കുക. അങ്ങനെ അത്രയും ഹീസ് കേപ്പബിൾ ഓഫ് ഡൂയിങ് ഓൾ ദോസ് തിങ്സ്. അപ്പോൾ അങ്ങനെ ആണെങ്കിൽ കൂടി അവന് ഇതാ നെക്സ്റ്റ് ഇതിന് ശേഷം അവൻ്റെ കരിയറിനെ ഡിസൈഡ് ചെയ്യുന്ന 2 ഇയേഴ്സ് ആണെന്ന് അറിഞ്ഞുകൊണ്ട് അപ്പോൾ പിന്നെ അവന് ഹി ഗേവ് ഫോക്കസ് ടു സ്റ്റഡീസ്. അപ്പോൾ ഈ 2 വർഷം അത് മാറ്റി വെച്ചു. അവൻ നൗ ഹി ഗോട്ട് അഡ്മിഷൻ അറ്റ് IIT ഡൽഹി, സോറി IIT ബോംബെ. അപ്പോൾ ഹി നോസ്. അപ്പോൾ ബോംബെനെ ചൂസ് ചെയ്യാൻ കാരണം വെച്ചാൽ അപ്പാർട്ട് ഫ്രം സ്റ്റഡീസ് ഹി ഹാവ് ടു ലൈക്ക് ഹി ഹാസ് ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ഇൻ അതർ ഫീൽഡ്സ് ഓൾസോ എന്നുള്ളത് അറിഞ്ഞുകൊണ്ടാണ് ഹി ഈസ് ചൂസിങ് ബോംബെ. ആൻഡ് അപ്പോൾ ഇപ്പോൾ തന്നെ ഫസ്റ്റ് സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്ന പ്രയോറിറ്റി ലിസ്റ്റിൽ അവൻ സ്പോർട്സ് ഐറ്റംസ് ഒക്കെയാണ് വാങ്ങി വെച്ചിരിക്കുന്നത്. അതെ. അപ്പോൾ ഹി ഹാസ് അച്ചീവ്ഡ് ഹിസ് ടാർഗറ്റ് എന്നുള്ളതിൽ അൽഹംദുലില്ലാ വി ആർ വെരി മീൻസ് വി ആർ ബ്ലെസ്ഡ് ആൻഡ് വി ആർ പ്രൗഡ് ഓൾസോ. വളരെ സന്തോഷമായി. മോൻ്റെ ഒരു ഹാർഡ് വർക്ക് കൊണ്ട് തന്നെ ഇങ്ങനെയായി. ഇപ്പം ഞാൻ ബ്രില്യൻ്റ് ചേർന്നതുകൊണ്ട് അവിടുത്തെ കോച്ചിങ്ങും വളരെ നന്നായി. മാത്യു സാറിന് എപ്പോഴും പറയാറുണ്ട് ടീച്ചർമാരെ പറ്റിയൊക്കെ നല്ല അഭിപ്രായമാണ്. ഞങ്ങൾക്കും സന്തോഷമായി. പ്രതീക്ഷിച്ചിരുന്നു കുറേ നന്നായി പഠിക്കുന്നത് കൊണ്ട് നല്ല നിലയിലായി കിട്ടട്ടെ. സന്തോഷമായി. നമ്മൾ 3 സിബ്ലിങ്സിൽ ഏറ്റവും ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ആളിപ്പോൾ ജിനു ആണ്. അപ്പോൾ ഈവൻ നമ്മുടെ കസിൻ്റെ ഒരു വെഡ്ഡിങ് ഉണ്ടായപ്പോൾ ആ ടൈമിൽ വരണ്ട പഠിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു. പക്ഷെ പിന്നെ നമ്മളെന്തായാലും വരണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ജിനു വന്നു. എന്നാലും തലേ ദിവസം വരെ അങ്ങനെ ഇരുന്ന് പഠിച്ച് അങ്ങനെ ഒരു നല്ല വർക്ക് ചെയ്യുന്ന ആള്. അപ്പോൾ ഇത്രയ്ക്ക് ഞാൻ പ്രതീക്ഷിച്ചില്ല, പക്ഷേ പ്രതീക്ഷിച്ചതിനേക്കാളും നല്ലൊരു റാങ്കാണ് വന്നത്. അപ്പം എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ എല്ലാവരും ഞെട്ടിയിരിക്കുകയാണ്. ഇപ്പോൾ പറഞ്ഞ പോലെ ഹാർഡ് വർക്കിംഗ് ആണ് ഉമ്മ പറഞ്ഞു. അതുപോലെ തന്നെ പല ഫീൽഡിലും ആൾ കഴിവ് തെളിയിച്ച ആളും കൂടെയാണ്. മൾട്ടി ടാലൻറ്റഡ് ആണ് അല്ലേ. ഏതിൽ ഫോക്കസ് ചെയ്യുന്നു അതിൽ എന്താണല്ലോ ഒരു പ്രാവീണ്യം നേടുന്ന ഒരാൾ തന്നെയാണ് അല്ലേ. അപ്പോൾ അത് തന്നെ നമ്മുടെ ഈ സ്റ്റഡീസ് ഇപ്പോൾ ഉമ്മ പറഞ്ഞ പോലെ വേറെ എന്തൊക്കെയായിരുന്നു ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നത്. എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് സ്റ്റഡീസിൻ്റെ ഒപ്പം കൊണ്ടുവന്നത് വളരെ ഒരു നല്ല കാര്യം തന്നെയാണ്. സ്റ്റഡീസ് മാത്രമല്ല നമുക്ക് ഈക്വലി ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. അപ്പം സ്പോർട്സിൽ കുറച്ച് താല്പര്യമുള്ള ആളാണെന്നൊക്കെ ഇപ്പോൾ ഉമ്മ പറഞ്ഞു. എന്തൊക്കെയാണ് മോൻ്റെ അതർ ഫീൽഡിൽ ഒരു ഫേവറേറ്റ് ഫീൽഡൊക്കെ പറയുമ്പോൾ എന്തൊക്കെയാണ്? ഇപ്പോൾ 10th വരെ ആണെങ്കിൽ ഞാൻ ഫുട്ബോളിൽ ഭയങ്കര ഒരു ആരാധകനാണ്. ഞാൻ ഫുൾ ടൈം ഫുട്ബോൾ കളിക്കുക, കാണുക, മാച്ച് രാത്രി പാതിരാത്രി ഇരുന്ന് കാണുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ 10th വരെ ഫുൾ ഓൺ ഫുട്ബോൾ. പിന്നെ ലോക്ക്ഡൗൺ ആയപ്പോൾ ഫുട്ബോൾ നിന്നപ്പോൾ പുതിയൊരു ഹോബിയായി ചെസ്സ് തുടങ്ങിയപ്പോൾ അത് ക്രേസായി. പിന്നെ അത് ഫുൾ ടൈം ചെസ്സുമായിരുന്നു. അങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ക്രേസായി പോവും. അതൊരു പ്രശ്നമാണ്. പിന്നെ പഠിത്തത്തിലാകുമ്പോൾ അത് നല്ലതാണ്. പിന്നെ അങ്ങനെ അങ്ങനെ ഒരു തുടങ്ങിയ ഒരു ക്രേസ് ആണ് വന്നെത്തിയിരിക്കുന്നത്. അതിപ്പോൾ ഈ കീം 12th എന്ന് പറയുന്ന ഒരു റാങ്കിൻ്റെയും കൂടെ ഭാഗമായിട്ടല്ലേ? അങ്ങനെ ആണ്. അതായത് ഇപ്പം പഠിക്കുന്ന ഒരു കാര്യത്തിൽ അങ്ങ് തുടങ്ങി കഴിഞ്ഞാൽ ആൾ അതിലങ്ങ് അതിൽ ആ ഒരു നന്നായിട്ട് ഇൻവോൾവ് ആകും എന്നുള്ളതിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ തന്നെയാണ്. ഓക്കെ. അപ്പം എല്ലാ രീതിയിലും ആള് ഒരു മൾട്ടി ടാലന്റഡ് ആണ്. എല്ലാത്തിലും ആൾ ഒരു പേരിട്ടിട്ടാണ്. ഫുട്ബോൾ കമൻറ്ററി ഒരു ചാനൽ കിട്ടുന്നുണ്ടായിരുന്നു 9th 10th ആകുമ്പോൾ. ഭയങ്കര നന്നായിട്ട് കമൻറ്ററി ചെയ്യുമായിരുന്നു ഇംഗ്ലീഷ് കമൻറ്ററി ഫുട്ബോളിലെ. സോ അപ്പോൾ നല്ല കാര്യമാണ്. ഇതുപോലെ തന്നെ പഠിത്തം മാത്രമല്ല ബാക്കി എല്ലാ കാര്യങ്ങളിലും നല്ല വെൽ ഡിസിപ്ലിൻഡ് ആയിട്ട് തന്നെയാണ് പോകണം എന്നുള്ളത് അറിയുന്നത് ബെറ്ററാണ്, നല്ലതാണ്. ഓക്കെ. അപ്പോൾ അതുപോലെ തന്നെ IIT ബോംബെയിൽ ഇതാ ഇപ്പോൾ അഡ്മിഷൻ കരസ്ഥമാക്കിയിരിക്കുകയാണ് അല്ലേ. അപ്പോൾ IIT ബോംബെയിൽ ഏത് കോഴ്സിനൊക്കെയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്? ഇപ്പോൾ മെക്കാനിക്കലാണ് അലോട്ട് ആയിരിക്കുന്നത്. അപ്പോൾ ഫൈനലൈസ് ആവും. അതിൻ്റെ മുകളിൽ CS കൊടുത്തിട്ടുള്ളൂ. പക്ഷേ അത് കിട്ടാൻ ചാൻസ് ഇല്ല. അപ്പോൾ ബോംബെ മെക്കാനിക്കൽ തന്നെയാണ് ഫൈനൽ. അപ്പം അതുപോലെ തന്നെ IIT ബോംബെ എന്ന് പറയുന്നത് എല്ലാ IIT വിദ്യാർത്ഥികളുടെ ഒരു സ്വപ്നം തന്നെയായിട്ടുള്ളൊരു ക്യാമ്പസ് തന്നെയാണല്ലേ IIT ബോംബെ എന്നുള്ളത്. അപ്പോൾ അതിൽ അഡ്മിഷൻ കിട്ടി അങ്ങോട്ടേക്ക് കയറാൻ പോകുന്നതിൻ്റെ ഒരു എന്താ പറയുക ത്രില്ലിംഗ് ആണോ എന്താണ് ആ ഒരു ഇപ്പോൾ മനസ്സിൽ തോന്നുന്ന ഒരു മൊമെൻ്റ് എന്താണ്? ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ കോറ അങ്ങനെ ഓൺലൈൻ സൈറ്റ്സിൽ കുറേ ഇങ്ങനെ വായിക്കും. ബോംബെയിൽ ഇങ്ങനെയാണ്, ഫോർ എക്സാമ്പിൾ അവിടെ മൂഡ് ഇൻഡിഗോ ഏഷ്യാസ് ബിഗ്ഗസ്റ്റ് ഫെസ്റ്റിവൽ, അങ്ങനെ കുറേ നമ്മൾ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാത്ത വലിയ ഫെസ്റ്റിവൽസും പിന്നെ അക്കാഡമിക്കലി ഒരു വലിയ അലുമിനി ഫ്രെയിം വർക്ക് ഉള്ളതുകൊണ്ട് എല്ലാം കൊണ്ടും അതൊരു ബെസ്റ്റ് പ്ലേസ് ടു ബി ഇൻ എന്നുള്ള പോലെയായിരുന്നു. അതുകൊണ്ട് ഒരു ഡ്രീം കം ട്രൂ ആണിത്.
മോൻ്റെ ഒരു ഓവറോൾ എക്സ്പീരിയൻസ് അബൌട്ട് ബ്രില്യൻറ്റ് ചോദിച്ചാൽ എന്ത് പറയും? എന്തൊക്കെയായിരുന്നു മോൻ്റെ ഒരു ത്രൂ ഔട്ട് മോൻ്റെ ഒരു ഇവിടുത്തെ ആൾക്കാരുടെ ഒരു സപ്പോർട്ടും എങ്ങനെയായിരുന്നു ത്രൂ ഔട്ട് ഈ ഒരു ജേർണിയിൽ എങ്ങനെ ഉണ്ടായിരുന്നു മോന്? ഇവിടുത്തെ ഒരു സപ്പോർട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? അതുപോലെ തന്നെ ഫൈനലായിട്ട് ഈ ഒരു മൊമെൻറ്റിൽ നമ്മുടെ ഈ വിക്ടറി ഡേയിലും ഇങ്ങനെ വന്ന് പങ്കെടുക്കുമ്പോൾ എന്താണ് ഫീൽ ചെയ്യുന്നത്? തുടങ്ങുമ്പോൾ പഠിത്തത്തിനോട് വലിയ താല്പര്യമൊന്നും ഇല്ലാതെ ഈ ഒരു സിസ്റ്റത്തിലേക്ക് ത്രോണിനായപ്പോൾ ബ്രില്യൻറ്റിൻ്റെ ആ ഒരു സിസ്റ്റത്തിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ പ്രൊഫസേഴ്സിൻ്റെ സപ്പോർട്ട്, ക്ലാസ്സസ് നല്ല രസമായിട്ട് എടുക്കും, നമുക്ക് ബോറടിക്കാതെ ക്ലാസ് എടുക്കും, പിന്നെ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ ആ ഒരു സിസ്റ്റം ഫോളോ ചെയ്യാൻ പറ്റുകൊണ്ട് ഈ ഒരു റിസൾട്ടിലേക്ക് എത്താൻ പറ്റി. കാരണം ഈ ഒരു സിസ്റ്റം ബ്രില്യൻറ്റ് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ നമ്മളൊരിക്കലും ഈ ഒരു കറക്റ്റ് പാത്തിലൂടെ വരില്ല. അപ്പോൾ തുടങ്ങുമ്പോൾ വലിയ പ്രതീക്ഷയൊന്നും ഇല്ലാതെ തുടങ്ങി, പക്ഷേ ആ ഒരു സിസ്റ്റം കാരണം ഫോളോ ചെയ്തിട്ട് പോയോണ്ട് ബ്രില്യൻറ്റിൻ്റെ ഹെൽപ്പ് കൊണ്ട് ഇത്ര വലിയൊരു നേട്ടം അച്ചീവ് ചെയ്യാൻ പറ്റി. ഓക്കെ, അപ്പോൾ ഇതുപോലെ തന്നെ മുന്നോട്ട് IIT ബോംബെയിൽ അഡ്മിഷൻ കരസ്ഥമാക്കി മുന്നോട്ട് പോകുമ്പോൾ എല്ലാവിധ ഇനിയും മുന്നോട്ട് നല്ല സക്സസ്ഫുൾ ആയിട്ട് തന്നെ മുന്നോട്ട് പോട്ടെ എന്ന് ഞങ്ങൾ ബ്രില്യൻറ്റ് ഫാമിലി എല്ലാവരും ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ ഇന്നത്തെ ഒരു മൊമെൻ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്കായിട്ട് വേണ്ടിയിട്ടുള്ളൊരു മൊമെൻ്റാണ് നമ്മുടെ വിക്ടറി ഡേ എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ഫാമിലി ഫുൾ എല്ലാവരും ഉണ്ട്. അപ്പോൾ അവർക്കും അതൊരു സ്പെഷ്യൽ മൊമെൻ്റ് തന്നെയാണ് തീർച്ചയായിട്ടും വിക്ടറി ഡേ എന്ന് പറയുന്നത്. അവരെ കൊണ്ട് വന്ന് മോൻ ഒരു എന്താ പറയുക കാരണമാണ് ഇവരെല്ലാവർക്കും ഇവിടെ വന്ന് ഇത്രയും പ്രൗഡായിട്ട് നിൽക്കാൻ പറ്റുന്നത് അല്ലേ? അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ. അപ്പം മുന്നോട്ടേക്കുള്ള എല്ലാ കാര്യങ്ങൾക്കും ഒരു ഓൾ ദ വെരി ബെസ്റ്റ്. നമ്മുടെ ബ്രില്യൻറ്റ് ഫാമിലിയുടെ വക എല്ലാവിധ ആശംസകളും നേരുകയാണ്. താങ്ക് യു സോ മച്ച്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക, ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക.